നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ അപ്രതീക്ഷിതമായി എന്നവണ്ണം, കാരണം സ്വിറ്റ്സർലാൻഡിൽ വെച്ചാണ് കരാർ ഒപ്പിടാൻ പോകുന്നത്. അത് വെള്ളിയാഴ്ച ഇന്നാണ് ഒപ്പിടാൻ പോകുന്നതെന്നായിരുന്നു നേരത്തെ ലോകത്തോട് അനൗദ്യോഗികമായി ഇരു കൂട്ടരും പറഞ്ഞിരുന്നത്. എന്നാൽ ഫ്രാൻസിൽ വെച്ച് ആ കരാർ ഒപ്പിട്ടു. കരാറെന്ന് പറയുവാൻ സാധിക്കില്ല, അതൊരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അടുത്ത 60 ദിവസങ്ങൾ നീളുന്ന ചർച്ചകൾക്കൊടുവിൽ ഒരു കരാർ ഒപ്പിടും. അടുത്ത കരാർ, അതായത് കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖകളുള്ള ഒരു കരാർ ഒപ്പിടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വ്യവസ്ഥകൾ. ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും കരാറും തമ്മിലുള്ള വ്യത്യാസം പ്രേക്ഷകർക്ക് അറിയാമെന്ന് കരുതുന്നു. കാരണം മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കരാറിലേക്കുള്ള, കോൺട്രാക്റ്റിലേക്കുള്ളൊരു പാതയാണ്. അതിൽ ഇപ്പോഴത്തെ കോൺട്രാക്റ്റിലേക്ക് എത്തുവാനുള്ള, കോൺട്രാക്റ്റിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു ചുരുക്കം, രത്ന ചുരുക്കങ്ങൾ കാണും. അത് 14 വ്യവസ്ഥകളാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ആ 14 വ്യവസ്ഥകളിൽ പലതും തമാശയാണ്. എന്നാലും മധ്യപൂർവേഷ്യയുടെ ഭാവി സമാധാനത്തെ ബാധിക്കുന്ന 1-2 പ്രധാന വ്യവസ്ഥകൾ അതിലുണ്ട്. അതിലൊന്ന് $300 ബില്യൺ ഇറാന് ലഭിക്കുക എന്നുള്ളതും, ഇറാൻ്റെ ആസ്തികൾ ലോകത്തിൻ്റെ പല ഭാഗത്തായി അവർ നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങൾ, അത് ബാങ്കുകളിലാകാം, മറ്റ് സ്ഥലങ്ങളിലാകാം, മറ്റേതെങ്കിലും വ്യവസായങ്ങളിലാകാം, ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ പലതും മരവിപ്പിക്കപ്പെട്ടിരുന്നു ഇറാൻ്റെ മേലുള്ള ഉപരോധം കാരണം. ആ മരവിപ്പിച്ച ആസ്തികളെല്ലാം ഇറാന് സ്വതന്ത്രമായി ക്രയവിക്രയം ചെയ്യുവാനുള്ള അവകാശം ലഭിക്കും. ആ മരവിപ്പങ്ങ് മാറ്റും, അൺഫ്രീസ് ചെയ്യും എന്നുള്ളതാണ് അതിലൊരു വ്യവസ്ഥ. $300 ബില്യൺ ലഭിക്കുന്നത് കൂടാതെ അതിൻ്റെ ഒരു ഇറാൻ്റെ പുനർനിർമ്മാണം എന്ന പേരിൽ അതിൽ തന്നെ ചില വ്യവസ്ഥകൾ പാലിക്കണമെന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ ഒരു സാമ്പത്തിക ബാധ്യത ഒരുപാട് നാളായി വളരെയധികം ഞെരുക്കത്തിലായിരുന്ന അവരുടെ ഒരു സമ്പദ് വ്യവസ്ഥ ഒന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇത് കാരണമാകുമെന്നുള്ളതാണ് ഈ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വ്യവസ്ഥ ഇതിലുള്ളത്. രണ്ടാമത്തേത്, ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളെ സംബന്ധിച്ച് അമേരിക്ക ഇടപെടലുകളൊന്നും നടത്തില്ല എന്നുള്ള ഒരു വ്യവസ്ഥയാണ്. മൂന്നാമത്തെ വ്യവസ്ഥ, ഈ യുറേനിയം സമ്പുഷ്ടീകരണം, ആണവായുധ നിർമ്മാണം, ഇതിലൊന്നും ഇപ്പോൾ ഏത് നിലയിൽ നിൽക്കുന്നോ അതിൽ നിന്ന് ഇറാൻ മുന്നോട്ട് പോകില്ല എന്നുള്ള ഇറാൻ്റെ സമ്മതമാണ്. ഈ 3 വ്യവസ്ഥകൾ പ്രധാനമായും ശ്രദ്ധിക്കുമ്പോൾ ആദ്യത്തെ 2 വ്യവസ്ഥകൾ ഇറാന് സാധകമായ വ്യവസ്ഥയാണ്. മൂന്നാമത്തേത് ഇറാൻ പാലിക്കുമോ എന്ന് സംശയമുള്ളൊരു വ്യവസ്ഥയാണ്. കാരണം ഈ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ, അതും അടിസ്ഥാനപരമായിട്ടൊരു ശക്തി കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള, സൗദിയെ പോലുള്ള അവിടെയും ഏകാധിപത്യ സ്വഭാവം തന്നെയാണ്, കാരണം രാജാക്കന്മാരുടെ ഭരണമാണല്ലോ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ശക്തി കൊണ്ട് മാത്രം അധികാരത്തിൽ തുടരുന്ന ഒരു പരമോന്നത നേതാവ് അദ്ദേഹത്തിനെതിരെ സംസാരിച്ചാൽ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ തല്ലിക്കൊല്ലും, പിടിച്ച് ജയിലിലിട്ട് അതിലും കഠിനമായിട്ടുള്ള, ഈ തൂക്കിക്കൊല്ലലിലും മറ്റ് തല്ലിക്കൊല്ലലിലും കഠിനമായിട്ടുള്ള എന്തെങ്കിലും ശിക്ഷാ രീതികളിലൂടെ കൊല്ലുകയോ തളർത്തുകയോ ചെയ്യും. അത്തരത്തിലുള്ള പ്രക്രിയകൾ കൈക്കൊള്ളുന്ന ഒരു ഭരണകൂടത്തിന് എപ്പോഴും ഒരു യുദ്ധത്തിലോ അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലോ മാത്രമേ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെയുമല്ല, അവരുടെ ഒരു ആശയമുണ്ടല്ലോ, അവർ പിന്തുടരുന്ന ആശയം, ആ ആശയത്തിൻ്റെ പുറത്തായിരിക്കും പരമോന്നത നേതാവോ ഏകാധിപതിയോ അധികാരത്തിൽ തുടരുന്നത്. ഈ ആശയത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, പരമോന്നത നേതാവ് അദ്ദേഹം അധികാരത്തിൽ തുടരുവാൻ വേണ്ടി മാത്രം ആ ആശയത്തെ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ പലരും ഈ ആശയത്തെ പിന്തുടർന്ന് ഭ്രാന്തമായ നിലയിൽ ആ ആശയത്തെ പിന്തുടരുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങളെത്തും. ഒടുവിൽ ഈ പരമോന്നത നേതാവിന് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രവർത്തിക്കുക, ഭരണ പ്രക്രിയയിൽ ദൈനംദിനം എന്നവണ്ണം ഇടപെടുവാൻ അസാധ്യമാകുന്ന എന്തെങ്കിലും ഒരു സംഭവമുണ്ടായാൽ, അദ്ദേഹം മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇറാൻ്റെ പരമോന്നത നേതാവിനെ പോലെ കോമയിലാവുകയോ അല്ലെങ്കിൽ കിടപ്പിലാവുകയോ മറ്റോ ചെയ്താൽ ഈ അനുയായികളായിരിക്കും പിന്നെ ഭരണം നടത്തുന്നത്, ഇപ്പോൾ ഇറാനിൽ നടത്തുന്നത് പോലെ. അവർക്ക് പ്രത്യേകിച്ച് ഈ ഭരണം, ഒരു സദ്ഭരണം കാഴ്ചവയ്ക്കണം അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഈ ആശയം മാത്രം നടപ്പാക്കണമെന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. ഭ്രാന്തമായൊരു സ്വഭാവമായിരിക്കും അവരിൽ പലർക്കും. ആ അനുയായികൾ തന്നെ ഈ സുഭിക്ഷമായി കഴിയണമെന്നുമൊക്കെ ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കാണാം. പക്ഷേ ഈ തീവ്ര നിലപാടുകാരുടെ, അല്ലെങ്കിൽ ഈ ഒരു ഭ്രാന്തമായ നിലപാടുകാരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരുടെ ആധിപത്യം ഒരു സർവാധിപത്യപരമായിട്ടുള്ള രീതിയിലായിരിക്കും നടപ്പാക്കപ്പെടുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഭരണകൂടമാണ് ഇപ്പോൾ ഇറാനിൽ നിലവിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിലവിലുള്ളത്. അതിൻ്റെ തലപ്പത്താരാണ്? മസൂദ് പെഷസ്കിയാനാണ് ഇറാൻ്റെ രാഷ്ട്രപതി എന്നൊക്കെ പറയാമെങ്കിലും അദ്ദേഹം ഒരു കളിപ്പാവ് മാത്രമാണ്. റിപ്പബ്ലിക് ഗാർഡ്സാണ്, ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സാണ് അവിടെ ഭരിക്കുന്നത്. റിപ്പബ്ലിക് ഗാർഡ്സ് അല്ല, റവല്യൂഷണറി ഗാർഡ്സാണ് അവിടെ ഭരണം നടത്തുന്നത്. അതിൽ തന്നെ ഈ ഭ്രാന്തമായ, വധിക്കപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട, ഹോറിഫൈഡായ മുൻ ഖൊമനേയിയുടെ
ഭ്രാന്തരായ അനുയായികളായ റവല്യൂഷണറി ഗാർഡ്സാണ് ഇറാനിൽ ഭരണം. അതുതന്നെയാണ് പ്രശ്നവും. കാരണം ഈ ആദ്യത്തെ 2 വ്യവസ്ഥകൾ ഞാൻ പറഞ്ഞല്ലോ, ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ സഹായിക്കുന്ന വ്യവസ്ഥകൾ, $300 ബില്യൺ പുനർനിർമ്മാണ ധനസഹായം, 2 അവരുടെ ആസ്തി ബാധ്യതകൾ സ്വതന്ത്രമായി ക്രയവിക്രയം ചെയ്യുവാനുള്ള, കൈകാര്യം ചെയ്യുവാനുള്ള അവകാശം അവർക്ക് തിരികെ ലഭിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് കൂടുതൽ സൈനിക ശക്തി ആർജിക്കുവാൻ അവർ ശ്രമിച്ചേക്കാം. അത് ഏറ്റവും കൂടുതൽ അപകടകരമായി ബാധിക്കുവാൻ പോകുന്നത് ഇസ്രായേലിനെയാണ്. ലോക നയതന്ത്രജ്ഞന്മാരിലും രാഷ്ട്രതന്ത്രജ്ഞന്മാരിലും സൈനിക വിദഗ്ധരിലും അവരുടെ ഇടയിലെല്ലാം ഈ കരാറിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം ഏകസ്വരത്തിൽ സമ്മതിക്കുന്ന ഒരു കാര്യം, ഈ കരാറ് കൊണ്ട് ഏറ്റവും ദോഷത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ദോഷം വന്ന് ഭവിച്ചിരിക്കുന്നത് ഇസ്രായേലിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ കരാറിൽ നിന്ന് വിട്ടുനിന്നതും, അല്ലെങ്കിൽ ഇസ്രായേൽ ഈ കരാറിന് സമ്മതിക്കില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ ഒഴിവാക്കിയതും. രണ്ടിലേതാണ് നടന്നതെങ്കിലും ഫലം ഒന്ന് തന്നെയാണ്. ഇനി ഇസ്രായേലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് ഒരു കാര്യം വ്യക്തമായിട്ടറിയാം. ഈ അടിസ്ഥാനപരമായിട്ട് ഈ ഭീകരവാദ സംബന്ധിയായിട്ടുള്ള, അല്ലെങ്കിൽ ഭീകരവാദ അടിസ്ഥാനത്തിൽ ഭരിക്കുന്ന ഒരു ഇസ്ലാമിക ഭരണകൂടം എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള സന്ധികൾക്ക് മുതിരുന്നത് അവർക്ക് സമയം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹുദൈബിയ സന്ധി മുതൽ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുള്ള ഹുദൈബിയ സന്ധി മുതൽ ഒരു 10 വർഷക്കാലത്തേക്കുള്ള ഒരു അനുരഞ്ജനം അല്ലെങ്കിൽ ഒരു കരാർ ഒപ്പിട്ട് ആ കാലഘട്ടത്തിനുള്ളിൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ച് ശത്രുവിനെ നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിര സ്വഭാവമാണ്, അവരുടെ ചരിത്രത്തിലുള്ളതാണ്, അവരുടെ രക്തത്തിലുള്ളതാണ്. ഇത് മറ്റാരെക്കാളും നന്നായി നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ഇസ്രായേലിനറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തിരിച്ചടി ഇസ്രായേൽ വെറുതെ കൈക്കൊള്ളില്ല, ഏറ്റുവാങ്ങില്ല. നിശബ്ദമായി ഏറ്റുവാങ്ങുന്ന പ്രശ്നമേ ഇല്ല. ഇതിനൊരു പ്രതിക്രിയ ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പാണ്. എന്തായിരിക്കും പ്രതിക്രിയ? നേരെ ഇറാനുമേൽ ഇനി വീണ്ടും ഇസ്രായേൽ ആക്രമണം തുടങ്ങുമോ? ഒരു സാധ്യതയുമില്ല. ലെബനനിൽ ഇതുവരെ അവർ പിടിച്ചെടുത്ത ഭൂപ്രദേശത്ത് നിന്ന് അവർ ഈ കരാറിൽ പറയുന്ന വ്യവസ്ഥ പ്രകാരം പിൻവാങ്ങുമോ? ഇല്ല. ഇറാനും അമേരിക്കയുമായി ഒപ്പിട്ട ഈ കരാറിൽ ഇസ്രായേൽ ഒരു കക്ഷിയേ അല്ല. അതുകൊണ്ട് തന്നെ അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ലെബനനിൽ പിടിച്ചെടുത്ത ഭൂമി ഇനി ഇസ്രായേലിൻ്റെ തന്നെയാണ്. ആ ഭൂപ്രദേശം കൂടി ഉൾപ്പെടുത്തി അവർ അവരുടെ പുതുക്കിയ ഇസ്രായേലിൻ്റെ ഭൂപടം ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രദേശം ഇനി ഒരു ബഫർ സോണായി, അത് അടിസ്ഥാനപരമായിട്ട് ഭീകരവാദികൾക്കെതിരെയുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുവാനുള്ളൊരു ഭൂപ്രദേശമായി ഉപയോഗിക്കപ്പെടും എന്ന് അവർ അസന്നിഗ്ധമായി, സംശയത്തിനിടയില്ലാത്ത രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് പറഞ്ഞൊരു കാര്യം, അമേരിക്കയുടെ കീഴിലല്ല ഇസ്രായേൽ, ഇനിയുള്ള കാലങ്ങളിൽ അമേരിക്കയുടെ സഹായമില്ലാതെ ഇറാനെയും ഹിസ്ബുള്ളയും ഹമാസിനെ പോലുള്ള ഭീകരവാദ ശക്തികളെയും ഇസ്ലാമിക ഭീകരവാദികളെയും നേരിടുവാനുള്ള ഒരുക്കങ്ങൾ ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇസ്രായേലിൻ്റെ ആന്തരിക രാഷ്ട്രീയം ഒന്ന് പരിശോധിച്ചാൽ ഒക്ടോബർ മാസത്തിൽ ഇസ്രായേലിൽ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. നെതന്യാഹു ജനങ്ങളുടെ മുൻപിലേക്ക് അവരുടെ സമ്മതിദാനം അപേക്ഷിച്ച് ഇറങ്ങി ചെല്ലേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ അവസരത്തിൽ ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള രീതിയിൽ, ദുർബലനായ ഒരു രാഷ്ട്രത്തലവനായി ഇസ്രായേൽ ജനതയുടെ മുൻപിൽ നെതന്യാഹു ഇറങ്ങിച്ചെന്നാൽ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പരാജയം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഇറാനെ പ്രതി ഉണ്ടാകും. അത് പക്ഷേ നേരിട്ടുള്ളൊരു യുദ്ധത്തിലായിരിക്കില്ല. കൺവെൻഷണൽ വാർ എന്ന് ഇപ്പോൾ പറയുന്ന, കൺവെൻഷണൽ വാർ എന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നേർക്ക് നേരെയുള്ള ബയണറ്റ് ഉപയോഗിച്ചുള്ള പോരാട്ടമായിരുന്നു. ഇപ്പോഴത്തെ കൺവെൻഷണൽ വാർ ആകാശ പോരാട്ടവും ആകാശ യുദ്ധങ്ങളും മിസൈലുകളും ഡ്രോണുകളുമൊക്കെയാണ്. അത്തരത്തിലുള്ളൊരു കൺവെൻഷണൽ വാർ ആയിരിക്കില്ല ഇസ്രായേൽ നടത്തുവാൻ പോകുന്നത്. അവിടെയാണ് മൊസാദ് രംഗപ്രവേശം ചെയ്യുന്നത്. വീണ്ടും മൊസാദിലേക്ക് ഞാൻ വരാം. ഇനി നെതന്യാഹുവിൻ്റെ നടപടികൾ ഇന്നതായിരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചു. മറിച്ചൊരു സംഭവം ഉണ്ടാവുകയാണ് എന്ന് കരുതുക. അതായത് നെതന്യാഹു ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അതിൽ ചിലത് ഫലം കാണുന്നു. മൊസാദിനെ ഉപയോഗിച്ചുള്ള ചില ശ്രമങ്ങൾ ഫലം കാണുന്നു, ചിലത് ഫലം കാണുന്നില്ല. കാരണം ഇതിന് കാലം വേണം. മൊസാദിൻ്റെ പ്രവർത്തികൾക്ക് സമയവും ഒരു ക്ഷമയും എല്ലാം വേണം. ആ കാലഘട്ടത്തിനുള്ളിൽ ഒക്ടോബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നെതന്യാഹു പരാജയപ്പെടുക, അങ്ങനെ ഒരു സാഹചര്യം ഉരുവായി എന്ന് കരുതുക. ലോകത്താകമാനമുള്ള ജിഹാദികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഇറാനെ ഇപ്പോൾ പുതിയ വാപ്പയായി കരുതുന്നു എന്ന് ട്രോളന്മാർ പറയുന്ന ജിഹാദികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു വാർത്തയായിരിക്കും അതെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. പക്ഷേ നിങ്ങൾ ആശ്വസിക്കാനും സന്തോഷിക്കാനും വരട്ടെ. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ കാതുകുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും, കടുക്കനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും. ഇനി വരുവാനുള്ളത് ഒന്നുകിൽ പ്രതിപക്ഷ നേതാവായ യീർ ലാപ്പിഡ്, അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ പാർട്ടിക്കുള്ളിലെ തന്നെ പ്രധാന എതിരാളികൾ നതാലി ബെന്നറ്റോ ആരെങ്കിലും ആയിരിക്കും
ഭരണത്തിലേക്ക് വരുവാനുള്ളത്. അവർക്കും ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് പരമപ്രധാനമാണ്. അടിസ്ഥാനപരമായിട്ട് ഇവർ തമ്മിൽ രാഷ്ട്രീയമായിട്ട് എന്ത് വൈരമുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷയെ, ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം വരുമ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ടാകും. ഒരേ നയത്തിൽ, ഒരുപക്ഷെ നെതന്യാഹുവിൻ്റെ അപ്പുറത്തേക്ക്, നെതന്യാഹുവിനേക്കാൾ 10 പടി കടന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കും യർ ലാപ്പിഡും നതാലി ബെന്നറ്റും. അതുകൊണ്ട് തന്നെ മൊസാദിനെ അവർ കൈയഴിച്ചു വിടും, അല്ലെങ്കിൽ കയറൂരി വിടും. കയറൂരി വിട്ടില്ലെങ്കിൽ പോലും മൊസാദ് എന്ന് പറയുന്നത് ഈ ദേശീയ സുരക്ഷയുടെ കാര്യം വരുമ്പോൾ ഒരു സ്വയംഭരണ സ്ഥാപനം പോലെ ഓട്ടോണമസ് ബോഡിയായി പ്രവർത്തിക്കുന്ന ഒരു രഹസ്യാന്വേഷണ ഏജൻസി കൂടിയാണ്. അവരുടെ പ്രവർത്തന രീതികൾ അതാണ്. ഇനി എന്തായിരിക്കും മൊസാദിൻ്റെ നയം? ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ ഇസ്രായേൽ നേരിട്ടുള്ള സൈനിക നടപടികൾ തന്നെ തുടരും. ഹമാസിനെ ഏതാണ്ട് നടുപൊടിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ വിഭാഗം ഇപ്പോഴും പലസ്തീനിൽ അവിടെയും ഇവിടെയൊക്കെ റാഫേലോ, ഓൾ ഐസ് ഓൺ റാഫയോ, ഗാസയുടെ അവിടെ ഇവിടെയും പാവാടയ്ക്കടിയിലും ബുർഖയ്ക്കടിയിലുമൊക്കെ ഒളിഞ്ഞിരിക്കുന്നു എന്ന് ഇസ്രായേലിലെ ട്രോളന്മാർ പറയുന്നു. എന്നാലും അവരുടെ ഒരു സാന്നിധ്യം അവിടെയുണ്ട്. അവരെയെല്ലാം സൈനിക നടപടികളിലൂടെ തന്നെ ഇസ്രായേൽ നേരിടും. ഇറാൻ്റെ കാര്യത്തിൽ അടിസ്ഥാനപരമായിട്ട് ഇനി നടക്കുവാൻ പോകുന്നത് മൊസാദിൻ്റെ വേട്ടയായിരിക്കും. ഈ സമാധാന കാലഘട്ടത്തിൽ ഒരുപക്ഷെ അടുത്ത 60 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാനിൽ നിന്ന് ബോംബ് പൊട്ടി ഇന്നയാൾ മരിച്ചു, ഇറാൻ്റെ സൈനിക മേധാവി, സൈനിക ഉപദേശകൻ മരിച്ചു, ഇന്ന താടി മരിച്ചു, വലിയ താടി മരിച്ചു, ചെറിയ താടി മരിച്ചു, താടി ഇല്ലാത്തവൻ മരിച്ചു, വെള്ളത്തലയെക്കെട്ടുകാരൻ മരിച്ചു, കറുത്ത നൈറ്റിക്കാരൻ മരിച്ചു തുടങ്ങിയ വാർത്തകൾ ഒരുപക്ഷെ നിരന്തരം വന്നേക്കാം. 60 ദിവസങ്ങൾക്കുള്ളിൽ വന്നില്ലെങ്കിൽ അതിനുശേഷം വന്നേക്കാം. ഒക്ടോബറിൽ നെതന്യാഹു ജയിച്ചാലും പരാജയപ്പെട്ടാലും, വിജയമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കും. പരാജയപ്പെട്ടാൽ നെതന്യാഹുവിൻ്റെ പിൻഗാമി ഈ നടപടികൾ കൂടുതൽ ശക്തമായും നടത്തിയെടുത്തിരിക്കും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇനി മൊസാദ് കളത്തിലിറങ്ങുകയാണ്. മൊസാദ് ഇപ്പോഴേ കളത്തിലുണ്ടായിരുന്നു. കാരണം സൈനിക നടപടികൾ നടക്കുമ്പോൾ എപ്പോഴും രഹസ്യാന്വേഷണ ഏജൻസികൾ അതിന് വേണ്ട ഇൻ്റലിജൻസും എല്ലാം ശേഖരിച്ച്, അതിന് വേണ്ട രഹസ്യ വിവരങ്ങളെല്ലാം ശേഖരിച്ച് ശത്രുവിൻ്റെ പ്രതിരോധ മാർഗങ്ങളെ തകർക്കുവാനും ഒരു ആക്രമിക്കേണ്ട പ്രധാന കേന്ദ്രങ്ങൾ നിശ്ചയിക്കാനും എല്ലാം സഹായകരമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു പ്രധാന പ്രവർത്തനം. ആ യുദ്ധകാലത്ത് ഒരു സ്വാഭാവികമായിട്ടുള്ള പാരമ്പര്യ യുദ്ധരീതികൾ, ഇപ്പോഴത്തെ പാരമ്പര്യ യുദ്ധരീതികൾ പിന്തുടരുമ്പോൾ, അല്ലെങ്കിൽ ഒരു യുദ്ധകാലത്ത് അല്ല, ഒരു സമാധാന കാലത്ത് പക്ഷേ യുദ്ധസമാനമായൊരു അന്തരീക്ഷം നിലനിൽക്കുന്ന വേളയിൽ മൊസാദായിരിക്കും മുൻപന്തിയിലിറങ്ങി, അല്ലെങ്കിൽ മുന്നോട്ടിറങ്ങി ഫോർവേഡ് കളിക്കുക എന്ന് പറയില്ലേ, ഫോർവേഡ് കളിക്കുന്നത്. പക്ഷേ മൊസാദിൻ്റെ ഫോർവേഡ് കളി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് പലരുടെയും പോക്കറ്റിലിരുന്ന് സെൽഫോണുകളും പേജറും ഒക്കെ പൊട്ടിത്തെറിക്കുക, കൃത്യമായിട്ട് സുരക്ഷയെല്ലാം ഒരുക്കി, എല്ലാ പരിശോധനകൾക്കും ശേഷം ഒരുക്കിയ ഹോട്ടൽ റൂമുകളിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കുക, എങ്ങനെ പൊട്ടിത്തെറിച്ച് എന്നറിയാതെ ജിഹാദികൾ ഹോറിഫൈഡ് ആകുക, അത്തരത്തിലുള്ള കലാപരിപാടികളുമായി മൊസാദിനി കളത്തിലിറങ്ങും, കൂടുതൽ ഉഗ്രത പ്രാപിച്ചുകൊണ്ട്. കാരണം ഇതൊരു അവസാന പോരാട്ടമാണ് എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലി ആയ ഒരു പൗരനും സംശയമൊന്നുമില്ല. അടിസ്ഥാനപരമായി ഇറാനെ ഇനി വളരുവാൻ അനുവദിച്ചാൽ അത് നയിക്കുന്നത് ഇസ്രായേലിൻ്റെ നാശത്തിലേക്കായിരിക്കും. അതവരൊരിക്കലും സമ്മതിക്കില്ല. കാരണം നാസികളിൽ നിന്നവർ പാഠം പഠിച്ചിട്ടുണ്ട്. ജിഹാദികളെ അവരെക്കാളും നന്നായി അറിയാവുന്ന മറ്റൊരു ശക്തി ഇന്ന് ലോകത്തില്ലതാനും. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നത് മൊസാദിൻ്റെ ദിവസങ്ങളാണ്, അല്ലെങ്കിൽ മൊസാദിൻ്റെ വേട്ടയാണ്, വേട്ടയുടെ ദിവസങ്ങളാണ്. എന്തൊക്കെയായിരിക്കും, ആരൊക്കെയാണ് ഹോറിഫൈഡ് ആകാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായി തോന്നിയെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്നില്ല എങ്കിലും, ആ യോജിപ്പും വിയോജിപ്പും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി തീർച്ചയായും പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഇത് ഷെയർ ചെയ്യുക. ഇത് പങ്കുവയ്ക്കുന്നതിലൂടെ സംവാദങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകട്ടെ. ഒപ്പം ഒരു കാര്യം ഉറപ്പുവരുത്തുക, തത്വമയി കുടുംബത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെന്നുള്ളത് ഉറപ്പിക്കുവാനായി തത്വമയി ന്യൂസ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.